5 മിനിറ്റ് കൊണ്ട് നമുക്ക് 4 മാർക്ക് വായിക്കാം. ആദ്യം നിങ്ങളൊരു ക്വസ്റ്റ്യൻ നോക്കേ, ഇതിൽ ഏതാണ് ഫോൾസ് എന്ന് കണ്ടുപിടിക്കാനാട്ടോ. നിങ്ങൾ ഒന്ന് പോസ് ചെയ്യണം, എന്നിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചോ മക്കളെ. സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 2 സെല്ല് പഠിക്കാനുണ്ട്. ന്യൂക്ലിയസ് ഉള്ള സെൽ ഏതാ? യൂകാരിയോട്ടിക് സെല്ല. ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽ ഏതാ? പ്രോകാരിയോട്ടിക് സെല്ല. പ്രോകാരിയോട്ടിക് സെല്ല് വെച്ച് ഉണ്ടാക്കിയ ഏറ്റവും ബെസ്റ്റ് ജീവി ഏതാ? ബാക്ടീരിയകളും മൈക്കോപ്ലാസ്മകളുമാ. നമുക്ക് മെയിൻ ആരാ? ബാക്ടീരിയ. ബാക്ടീരിയയിലേക്ക് വരികയാണെങ്കിൽ ബാക്ടീരിയക്ക് ഒരു കവറിംഗ് ഉണ്ട്, ഒരു ആവരണമുണ്ട്. ആ ആവരണത്തിന്റെ പേരെന്താ? സെൽ എൻവലപ്പ് എന്നാ വിളിക്കുക. അതിൻ്റെ ഉള്ളിൽ 3 ലെയർ ഉണ്ട്. ഏറ്റവും പുറത്തുള്ളതാരാ? ഗ്ലൈക്കോകാലിക്സ്. നടുക്കുള്ള മിഡിലാര? സെൽ വോള്. ഏറ്റവും ഉള്ളിലാര? സെൽ മെമ്മറൈൻ. ഈ 3 ലെയറിനെ ചേർത്തിട്ടാണ് സെൽ എൻവലപ്പ് എന്ന് വിളിക്കുക. ഗ്ലൈക്കോകാലിക്സ് ആണ് ഏറ്റവും പുറത്തുള്ള ലെയർ. അത് എല്ലാ ബാക്ടീരിയയിലും ഒരേപോലെ അല്ല. കട്ടി കൂടിയാൽ ക്യാപ്സ്യൂൾ എന്നാ വിളിക്കുക ഗ്ലൈക്കോകാലിക്സിനെ. കട്ടി കുറഞ്ഞാലോ സ്ലൈം ലെയർ എന്നാ മക്കളെ വിളിക്കുക. ബാക്ടീരിയന്റെ ഉള്ളില് ചില ഉന്തലുകളുണ്ട്. മൈറ്റോകോൺട്രിയനെ പോലെ എനർജി ഉണ്ടാക്കുന്നത് ഈ ഉന്തലുകളാ. ഈ ഉന്തലുകളെ വിളിക്കുന്ന പേരാണ് മീസോസോം. ഉറക്കെ പറ, മീസോസോം. ബാക്ടീരിയന്റെ ഉള്ളിൽ ഉന്തലാണ് മീസോസോം. ഇൻക്ലൂഷൻ ബോഡീസ് ഇതൊക്കെ പ്രോകാരിയോട്ടിക് സെല്ലിൽ മാത്രമേ കാണൂ. അങ്ങനെ ചോദിക്കും, മീസോസോം ഇൻക്ലൂഷൻ ബോഡി ഒക്കെ പ്രോകാരിയോട്ടിക് സെല്ലിലെ കാണൂ. മീസോസോം എന്താ? എനർജി ഉണ്ടാക്കുന്നവരാ. ആരെ പോലെ? നമ്മുടെ സെല്ലിലെ മൈറ്റോകോൺട്രിയനെ പോലെ. ബാക്ടീരിയക്ക് മൈറ്റോകോൺട്രിയ ഇല്ല, എനർജി ഉണ്ടാക്കാൻ മൈറ്റോകോൺട്രിയ ഇല്ല. പക്ഷെ അവർക്ക് ജീവിക്കാൻ എനർജി വേണം. ആ എനർജി ഉണ്ടാക്കുന്ന ആരാ? മീസോസോം ആണ്. ഈ ഉന്തലിന്റെ പേരാണല്ലോ മീസോസോം. ചില ഉന്തലുകളിലെ ഫോട്ടോസിന്തസിസിന് വേണ്ടിയുള്ള പിഗ്മെന്റ്സ് ഉണ്ട്. ഈ ചില ഉന്തലിലെ ഫോട്ടോസിന്തസിസിന് വേണ്ടിയുള്ള പിഗ്മെന്റ് നിറഞ്ഞിരിക്കും. ഈ പിഗ്മെന്റ് ഉള്ള ഉന്തലിന്റെ പേരാണ് ക്രോമാറ്റോഫോസ് എന്ന് വിളിക്കുക. എന്താ? ക്രോമാറ്റോഫോസ്. വെറും ഉന്തലിന്റെ പേരാണ് മീസോസോം. ഫോട്ടോസിന്തസിസിന്റെ പിഗ്മെന്റ്സ് നിറഞ്ഞതാരാ? ക്രോമാറ്റോഫോസ് എന്ന് വിളിക്കുക. വെറും ഉന്തലാണെങ്കിൽ മീസോസോം, ഫോട്ടോസിന്തസിസിന് വേണ്ടിയുള്ള പിഗ്മെന്റ്സ് നിറഞ്ഞ ഉന്തലാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റോഫോർ. ക്രോമാറ്റോഫോർ എവിടെ കാണുക? കൂടുതൽ സയാനോ ബാക്ടീരിയ മക്കളെ കാണുക. അടുത്തത്, ബാക്ടീരിയ ചലിപ്പിക്കുന്നതാരാ? ഫ്ലജല്ലകളാ. ബാക്ടീരിയനെ എവിടെങ്കിലും ഒക്കെ അറ്റാച്ച് ചെയ്യിപ്പിക്കുക. ബാക്ടീരിയക്ക് എന്റെ ദേഹത്ത് അറ്റാച്ച് ചെയ്യണം, എന്റെ ദേഹത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ കാരണം എന്താ? പിലി ഫിംബ്രി എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സാ. ചലിപ്പിക്കുന്നത് ഫ്ലജല്ല. എവിടെങ്കിലും ബാക്ടീരിയനെ ഒട്ടിപ്പിടിപ്പിക്കുന്നത് ആരാ? പിലി ആൻഡ് ഫിംബ്രിയ മക്കളെ. ബാക്ടീരിയ ഫുഡ് ഉപയോഗിക്കും. മിച്ചമുള്ള ഫുഡിനെ അവർ തരികളായിട്ട് സൂക്ഷിച്ചു വെക്കും. ആ തരികളുടെ പേര് ഇൻക്ലൂഷൻ ബോഡി. മക്കളെ, മീസോസോം ആണെങ്കിലും ഇൻക്ലൂഷൻ ബോഡീസ് ആണെങ്കിലും എവിടെ മാത്രമേ കാണൂ? പ്രോകാരിയോട്ടിക് സെല്ലിൽ മാത്രമേ കാണൂ. ബാക്ടീരിയക്ക് 2 DNA ഉണ്ട്. വലിയ DNA പേര് ജീനോമിക് DNA, ചെറിയ DNA പേര് പ്ലാസ്മിഡ്. ഇത് എല്ലാ ബാക്ടീരിയയിലും കാണും. ഓൾ ബാക്ടീരിയയിൽ കാണും ജീനോമിക് DNA. എന്നാൽ ഇതോ ചില ബാക്ടീരിയയിൽ മാത്രമേ പ്ലാസ്മിഡ് കാണൂ. വലിയത് ജീനോമിക് DNA, ചെറുത് പ്ലാസ്മിഡ്. ജീനോമിക് DNA എല്ലാ ബാക്ടീരിയയിലും കാണും. ചില ബാക്ടീരിയയിൽ മാത്രമേ പ്ലാസ്മിഡ് കാണൂ. ബാക്ടീരിയന്റെ ഉള്ളിൽ റൈബോസോം ഉണ്ട്, പ്രോട്ടീൻ ഉണ്ടാക്കാൻ. അത് ഏത് ടൈപ്പ് റൈബോസോമാ? 70S റൈബോസോമാ മക്കളെ. ഈ 70S റൈബോസോമിന് 2 കഷ്ണമുണ്ട്. ചെറിയ കഷ്ണത്തിന്റെ സിഗ്ബബ് യൂണിറ്റ് 30S, വലിയ കഷ്ണത്തിന്റെ സിഗ്ബബ് യൂണിറ്റ് 50S. 80S ആയിരുന്നെങ്കിലോ 40 + 60 മക്കളെ. 70 ആണെങ്കിലോ 30 + 50 മക്കളെ. അടുത്തത്, റൈബോസോമുകൾ mRNAയുമായിട്ട് ചേർന്നിരിക്കും. ഇതാണ് റൈബോസോം. ഈ കാണുന്നതാണ് mRNA ഉണ്ടായാൽ, സെല്ലിൽ എവിടെങ്കിലും mRNA ഉണ്ടായാൽ ഉടനെ പോയി റൈബോസോം അറ്റാച്ച് ചെയ്യും. mRNAയും റൈബോസോമും ഒരുമിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? mRNA റൈബോസോം എന്തിനായി ഒരുമിച്ചിരിക്കണേ? ഈ റൈബോസോം ഉണ്ടല്ലോ, ഇതിലെ റൈബോസോമുകളെ പതുക്കെ mRNAനെ എന്താക്കി മാറ്റും? പ്രോട്ടീനാക്കി മാറ്റും. mRNAകളെ പ്രോട്ടീനാക്കി മാറ്റാനാ mRNAന്റെ അടുത്തേക്ക് റൈബോസോം പോയിരിക്കുന്നത്. mRNAയും റൈബോസോമും ഒരുമിച്ചിരുന്നാൽ അവരെ ചേർത്ത് വിളിക്കുന്ന പേരാണ് മക്കളെ പോളിറൈബോസോം അല്ലെങ്കിൽ പോളിസോം എന്നാ വിളിക്കുക. പോളിറൈബോസോം അല്ലെങ്കിൽ പോളിസോം എന്നാ വിളിക്കുക. ഇതാണ് മക്കളെ mRNA ഉണ്ടായാൽ തന്നെ ആര് വരും? റൈബോസോം വരും. റൈബോസോം എന്നിങ്ങനെ ചേർന്നിരിക്കും. mRNA ഉണ്ടായാൽ തന്നെ റൈബോസോം എന്നിങ്ങനെ ചേർന്നിരിക്കും. mRNA റൈബോസോമും ചേർന്നിരിക്കുന്നതിന്റെ പേരെന്താ? ഈ സ്ട്രക്ചറിന്റെ പേരാ പോളിറൈബോസോം അല്ലെങ്കിൽ പോളിസോം എന്നാ വിളിക്കുക. ഈ റൈബോസോം ചേർന്നിരുന്നിട്ട് എന്താ ചെയ്യുക? ചേർന്നിരുന്ന് കഴിഞ്ഞ് ഈ റൈബോസോം നേരെ mRNAകളെ എന്താക്കി മാറ്റും? പ്രോട്ടീനാക്കി മാറ്റും. mRNAകളെ പ്രോട്ടീനാക്കി മാറ്റുന്നതിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. എന്താ വിളിക്കുക? ട്രാൻസ്ലേഷൻ എന്നാ വിളിക്കുക. mRNA എന്തിനാണ് റൈബോസോം കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? mRNAകൾ റൈബോസോമിനെ ഉടനെ പ്രോട്ടീനാക്കി മാറ്റും. mRNAകളെ പ്രോട്ടീനാക്കി മാറ്റും ആര്? റൈബോസോം. അതിന്റെ പേരാണ്, ആ പ്രോസസ്സിന്റെ പേരാ ട്രാൻസ്ലേഷൻ. mRNAകളെ റൈബോസോം പ്രോട്ടീനാക്കുന്നതിന്റെ പേരാണ് ട്രാൻസ്ലേഷൻ. ഓർത്ത് വെക്കണം മക്കളെ.
എന്നാ പറ ഇതിൽ ഏതാണ് സാറേ തെറ്റ്, ഫോൾസ് ഏതാണ് കേട്ടോ. തിക്നെസ് ഓഫ് ഗ്ലൈക്കോകാലിക്സ് സെയിം ഇൻ ബാക്ടീരിയ, സെയിം ആണോ? അല്ല. ചില ബാക്ടീരിയ കട്ടി കൂടുതലാ, തിക്നെസ് കൂടുതലാ, അപ്പൊ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും ഗ്ലൈക്കോകാലിക്സിനെ. കട്ടി കുറവാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? സെയിം ലെയർ എന്ന് വിളിക്കുക. അപ്പൊ എല്ലാ ബാക്ടീരിയയിലും ഗ്ലൈക്കോകാലിക്സ് ഒരേ കട്ടിയാണോ? അല്ല, തെറ്റാണ് സാർ. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. പിലി ഫിംബ്രിയെ ഫ്ലജെല്ല, ഇതിനെ വിളിക്കുന്ന പേരെന്താ? സർഫസ് സെക്സസ് എന്ന് വിളിക്കുക. ബാക്ടീരിയ ഇതാന്നിരിക്കട്ടെ മക്കളെ, ബാക്ടീരിയന്റെ പുറത്തേക്ക് വരുന്ന സ്ട്രക്ചറിന്റെ പേരാണ് ഏത്? സർഫസ് സെക്സസ്. ബാക്ടീരിയന്റെ പുറത്തേക്ക് വരുന്ന സ്ട്രക്ചറിന്റെ പേരാണ് സർഫസ് സെക്സസ്. ഇതിൽ ആരൊക്കെ ഉള്ളത്? പിലി ഉണ്ട്, ഫ്ലജെല്ല ഉണ്ട്, ഫിംബ്രി ഉണ്ട്. പിലിയും ഫ്ലജെല്ലയും ഫിംബ്രിയൊക്കെ ബാക്ടീരിയന്റെ സ്ട്രക്ചറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൾക്കാരാ, ബാക്ടീരിയന്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൾക്കാരാ. സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? സർഫസ് സെക്സസ് എന്ന് വിളിക്കുക. അപ്പൊ നോക്കി, പിലി, ഫ്ലജെല്ല, ഫിംബ്രിയെ, ഇത് മൂന്നും ബാക്ടീരിയന്റെ സർഫസിൽ നിന്ന് പുറത്തു വരുന്നവരാ. സർഫസിൽ നിന്ന് പുറത്തു വരുന്നവരെ എന്താ വിളിക്കുക? സർഫസ് സെക്സസ് എന്ന് വിളിക്കുക. അപ്പൊ എന്താ കറക്റ്റാ? ഇത് തെറ്റാണ്, ഇത് കറക്റ്റാണ്. സ്മോൾ സബ് യൂണിറ്റ് ഓഫ് പ്രോകാരിയോട്ടിക് സെൽ ഈസ് 40S. പ്രോകാരിയോട്ടിക് സെല്ലിലെ റൈബോസോം ഏതാ മക്കളെ? 70S അല്ലേ? 70S രണ്ട് കഷ്ണം ഏതാ? വലുതിന്റെ സുഡ്ബേഗ് 50S, ചെറുതിന്റെ 30S ആ. അപ്പൊ ചെറുതിന്റെ 30S ആ വരിക, അല്ലാതെ 40S അല്ല. അപ്പൊ ഇതും തെറ്റാ മക്കളെ. അടുത്ത നോക്കടാ. പോളിസോം ഓഫ് റൈബോസോം ട്രാൻസ്ലേറ്റ് mRNA into പ്രോട്ടീൻ. പോളിസോം ഓഫ് റൈബോസോം എന്നല്ല, നിങ്ങൾക്ക് NCERT കണ്ടാൽ അറിയാം. റൈബോസോം ഓഫ് പോളിസോം. പോളിസോം എന്ന് പറഞ്ഞാൽ എന്താ? mRNAയും റൈബോസോമും ചേർന്നിരിക്കുന്നതിന്റെ പേരല്ലേ പോളിസോം. ഈ പോളിസോമിലെ, പോളിസോം എന്ന് പറഞ്ഞാൽ mRNA റൈബോസോമുവാ, പോളിസോമിലെ റൈബോസോമുകൾ, അല്ലാതെ റൈബോസോമിലെ പോളിസോം അല്ല. പോളിസോമിലെ റൈബോസോമുകൾ എന്ത് ചെയ്യും? mRNA പ്രോട്ടീൻ ആക്കും. mRNA പ്രോട്ടീൻ ആക്കുന്നതിന്റെ പേരെന്താ? ട്രാൻസ്ലേഷൻ എന്നാ മക്കളെ വിളിക്കുക. പോളിസോം ഓഫ് റൈബോസോം തെറ്റാ. NCERT കണ്ടാൽ അറിയാം. റൈബോസോം ഓഫ് പോളിസോം. പോളിസോം എന്ന് പറഞ്ഞാൽ mRNA റൈബോസോമും ആണല്ലോ. ആ രണ്ടുപേരും ചേർന്നാലാ പോളിസോം എന്ന് വിളിക്കുക. അതിലെ ആളാരാ? റൈബോസോമാ. പോളിസോമിലെ റൈബോസോമുകൾ mRNA പ്രോട്ടീൻ ആക്കും, അതിന്റെ പേര് ട്രാൻസ്ലേഷൻ. mRNA പ്രോട്ടീൻ ആക്കുന്നതിന് വിളിക്കുന്ന പേരാ ട്രാൻസ്ലേഷൻ, അല്ലാതെ പോളിസോം ഓഫ് റൈബോസോം അല്ല. റൈബോസോമിലെ പോളിസോം അല്ല, പോളിസോമിലെ റൈബോസോം എന്ന് പറഞ്ഞ മക്കളെ വരാൻ. അപ്പൊ ഇത് മൂന്നും തെറ്റാണ്. ആര് മാത്രമേ ശരിയുള്ളൂ? ഇത് മാത്രമേ ശരിയുള്ളൂ. നല്ല ക്വസ്റ്റ്യൻ ആണ് മക്കളെ, മനസ്സിലായവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്.